ആ ഫെയിലിയർ ആയിട്ട് നിന്നതാണ് ഹനുമാൻ. ഈ ശ്രീരാമൻ ഇവിടെ നിന്ന് പോകാൻ സാധിക്കാതെ ഭഗവാൻ ഇവിടെ പിടിച്ചു നിർത്തി രാമ എനിക്ക് കൂടെ വേണം എന്ന് പറഞ്ഞ് നിർത്തിയത് ഹനുമാനായിരുന്നു. ഭഗവാൻ പോലും തോന്നി ഹനുമാൻ എളുപ്പം പോകാൻ സാധിക്കില്ല. അപ്പോഴാണ് അന്തപ്പുരത്തിലേക്ക് വിളിപ്പിച്ച് മുദ്രം ഒരു ഹോൾ ഉണ്ടാക്കി അതിലേക്ക് ഇടുന്നതാണ് പറയാം. എന്നിട്ട് പറയും ഹനുമാൻ എൻ്റെ ഈ ഒരു മോതിരം താഴത്തോട്ട് വീണുപോയി, അങ്ങനൊന്നും പോയിട്ട് എടുത്തുകൊണ്ട് വരണം. അപ്പൊ ഭഗവാൻ ഈ ശരീരം ചെറുതാക്കാനും വലുതാക്കാനുള്ള ശേഷി പണ്ടേ ഉള്ളതുകൊണ്ട് ഹനുമാൻ വളരെയധികം ശരീരം ചെറുതാക്കി താഴത്തോട്ട് പോകുന്ന സമയത്താണ് പാതാളത്തിലേക്ക് പോയി എന്നാണ്. പാതാളത്തിൽ പോയ സമയത്ത് അവിടെ കണ്ടത് ഒരു ലോഡ് കണക്കിന് മോതിരങ്ങൾ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു പാതാള ദേവതയോടോ ആരോടോ സ്വാമി ചോദിക്കുന്നുണ്ട്, ഹനുമാൻ സ്വാമി ചോദിക്കുന്നുണ്ട്, ഇതെന്താണ് ഇത്രയധികം മോതിരങ്ങൾ? അവരാണ് പറഞ്ഞു കൊടുക്കുന്നത്, ഇതിന് മുമ്പ് ഒരു രാമാവതാരം ഉണ്ടായിരുന്നു, എത്രയോ രാമാവതാരങ്ങൾ കഴിഞ്ഞു പോയി. ഓരോ സമയത്തും നീ അവിടെ നിൽക്കുമ്പോൾ ഭഗവാൻ വിട്ടുപോകാൻ പ്രയാസമാണ്. നിന്നെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് മോതിരം എങ്ങനെ കളയും, നിന്നോട് ഞാൻ ഈ കഥ പറയും, നീ തിരിച്ചു ചെല്ലുമ്പോഴേക്കും സ്വാമി ഇവിടെ നിന്ന് പോയിട്ടുണ്ടാവും.